ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു കുറച്ച് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞാൻ കടയിൽ പോവാണ് കേട്ടോ. കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നു. ഇത് ചീര വാങ്ങിച്ചുകൊണ്ട് വന്നേ, നല്ല ചീരയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകി കുറേ നേരം ഒന്ന് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് തോരനാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അത് ഇനിയും കഴുകിയെടുക്കട്ടെ. ഇതുപോലത്തെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ടൊക്കെ ഞങ്ങൾ സാമ്പാറിനകത്ത് അവിയലിനകത്തൊക്കെ ഇടും. കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കാം. മല്ലിയില വാങ്ങിച്ചു, പുതിനയില വാങ്ങിച്ചു. അപ്പോൾ ഇലയെല്ലാം ഒന്നിച്ചെടുക്കാം. പുതിന ഒരെണ്ണം എനിക്കുണ്ട് കേട്ടോ, ഒരു പുതിനയുണ്ട്. എന്നാലും ഇച്ചിരി വേണ്ടിയെന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പുതിന, ക്യാരറ്റ് വാങ്ങിച്ചു, കുറച്ച് പച്ചമുളക്, പിന്നെ പാവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. പാവയ്ക്ക, വഴുതനങ്ങ, ബീൻസ്, ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ഇനി ഇതെല്ലാം അടുക്കി കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. സമയമുള്ളപ്പോൾ ചെയ്യാം. ഇപ്പം എനിക്ക് സമയമില്ല, വിശക്കുകയൊക്കെ ചെയ്യുന്നു. ഇനി രാവിലെ ഇതെല്ലാം ഇനി ഇച്ചിരി നേരം പിടിക്കും. വാടിപ്പോകുന്നതിന് മുമ്പ് അതൊക്കെ എടുത്ത് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. കുറച്ച് മല്ലിയില ഞാൻ എടുത്ത് സാമ്പാറിനകത്ത് ഇടാനായിട്ട്. സാമ്പാർ വെക്കാൻ പോകണേ. സാമ്പാർ കൂട്ടി ദോശ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഒന്നാമത്തെ കാര്യം ഞാൻ ഈ അളവ് പാത്രം കണ്ടില്ല. പിന്നെ ഞാൻ കടയിൽ പോയിച്ച് വന്നെന്ന് പറഞ്ഞപ്പോൾ കടയിൽ പോയിച്ച് വന്ന് സമയം ലേറ്റായി. സത്യം പറഞ്ഞാൽ ഇനി സാമ്പാർ വയ്ക്കാമെന്ന് പറയുമ്പം അത് നടക്കത്തില്ല. നടക്കും, പക്ഷേ ഞാൻ മിക്കവാറും ബസ്സും താഴെ വീഴും. അപ്പോൾ സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു. കുറച്ച് ഹാഫ് തൊമര എടുത്തു. ഇനി അതൊന്ന് വേവിക്കണം. ഒന്ന് കഴുകി വെച്ചിട്ട് അത് വേവിക്കാം. എൻ്റെ സാമ്പാർ വെപ്പ് ഇങ്ങനെയാണ്. പരിപ്പ്, ഒരു പട്ടിക്കുട്ടിക്ക് എന്തോ പറ്റിയത്, കരഞ്ഞ് മരിക്കാറായി. മുളക്, ഉള്ളി, തക്കാളി, ഇത്രയും കൂടെ ഇട്ട് ഒന്ന് വേവിക്കും. നല്ല വയത്തിന് വേവിച്ചിട്ട് പിന്നെയാണ് ഞാൻ അതിനകത്തോട്ട് കഷ്ണം ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കഷ്ണം അധികം വെന്ത് പോകത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വെള്ളം എടുത്താൽ വെള്ളം എടുത്തോണ്ട് വരട്ടെ. ഇത്രയും വെള്ളം മതി. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ പരിപ്പ് നന്നായിട്ട് വേവത്തില്ല, അരിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കും. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വേവും നന്നായിട്ട്. അപ്പോൾ അത് നമുക്ക് വേവിക്കാം. കായോ ഇടാം. കായോ ഇച്ചിരി എണ്ണ, ഒരുപാട് എണ്ണയല്ല, ഒരു ടീസ്പൂൺ എണ്ണ, അത് മതി. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 4-5 വിസിലാകുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പരിപ്പ് അത് നന്നായിട്ട് വെന്തിരുന്നോളൂ. പരിപ്പ് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നന്നായിരിക്കും സാമ്പാർ. ഒന്ന് ഉടച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി പുളി വേണ്ടവർക്ക് ഇച്ചിരി പുളി പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. ഞാൻ തക്കാളി കാണുന്നില്ല. തക്കാളി ഇട്ടുകൊണ്ട് പുളി എക്സ്ട്രാ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതെടുത്തു. ഇനി കഷ്ണങ്ങൾ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീരത്തണ്ട്, പിന്നെ വെള്ളരിക്കയുണ്ട്, ചേനയുണ്ട്, ചീരത്തണ്ടുണ്ട്, വഴുതനങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്. ഒരുപാട് കഷ്ണം ഇട്ട സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഗ്രാൻഡ് സാമ്പാറാണ്. അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വേവിക്കാം. ഒറ്റ വിസിൽ മതി. ഇച്ചിരി വെള്ളം വേണം കേട്ടോ, വെള്ളം വേണം. ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ചെടുത്ത, ഞാനിവിടെ ഉണ്ടായ മഞ്ഞളാണ്. അത് വെയിലത്ത് വെച്ച് അരിഞ്ഞുണക്കി, പുഴുങ്ങി അരിഞ്ഞുണക്കി എല്ലാം റെഡിയാക്കി. പക്ഷേ കളറ് കണ്ടില്ലേ, എന്തോ ഭംഗിയാണ്. കളറിനെക്കാട്ടി മണം കേട്ടോ. ഇച്ചിരി വേണമെന്ന് തോന്നുന്നു. സാമ്പാർ പൊടിയും കൂടി ഇട്ട് അങ്ങ് ഒരു വിസിലൂടെ ഇട്ടാൽ സാമ്പാർ റെഡി. പിന്നെ കടുക് വറുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സാമ്പാർ പൊടി കേട്ടോ, ഇവിടെ ചെയ്തെടുത്താണ്. സാമ്പാർ റെഡി. ഇനി കടുക് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി. കേട്ടോ, സാമ്പാർ റെഡി. ഇതിനകത്തൂടെ മല്ലിയിലയും കൂടി ഇട്ട് കടുകും പൊട്ടിച്ചിട്ടാൽ. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. വൃത്തിയാക്കലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജോലി. ഇതാ നോക്ക്, ഇത്രയും പുല്ലായിരുന്നു അതിനകത്ത്. പശുവിനെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നെങ്കിൽ പുല്ല് കൊടുക്കായിരുന്നു. ഞാൻ വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുന്ന പാത്രമില്ലേ, അതിൽ വെച്ചിട്ട് നമുക്ക് കഴുകുകയൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇതേപോലെ അടയ്ക്കണം. നല്ല ടൈറ്റായിട്ട് അടയ്ക്കണം. അടച്ച്
ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി. എടുക്കുമ്പോൾ കഴുകിയെടുത്താൽ മതി. ഇതേപോലെ ചീരയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഒരു കയ്യറ കിട്ടും റബ്ബറിൻ്റെ. ഇതിപ്പോൾ കൈയെല്ലാം അങ്ങ് മുറിയും. അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയാനായിട്ട്. അപ്പോൾ ഇനി തോരൻ വയ്ക്കാനായിട്ട് ഞാനിതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറക്കാൻ പോകും. ഒരു പാത്രം നിറച്ചുണ്ട്. അപ്പോൾ ചീരയല്ലേ പെട്ടെന്ന് ഒതുങ്ങിക്കൊള്ളും കേട്ടോ. ഇച്ചിരി ഉപ്പിടാം. ഉപ്പിട്ട് ഒന്ന് അടച്ച് വെക്കുമ്പോൾ ചീര അങ്ങ് ഒതുങ്ങും. ഇച്ചിരിയും കൂടി ഉപ്പിടാം. അടച്ച് വെച്ചപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. അന്നേരത്തേക്ക് ചീര വെന്തോ ഒതുങ്ങിക്കോളും. അത് ഞാൻ പറഞ്ഞില്ലേ, ഒതുങ്ങി. ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഇട്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങാപ്പീര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി ഇവിടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി അരയ്ക്കേണ്ട, കല്ലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കല്ലല്ല, മിക്സി. കല്ലുണ്ടെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. എനിക്ക് കല്ലാണ് എളുപ്പം. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കട്ടെ. ഒന്നുകൂടെ വേവിക്കാം. ഇനിയത്തെ മെയിൻ പണി എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, 2 ബേസിനിലായിട്ട് 100 കണക്കിന് ഗപ്പികളുണ്ട്. ഈ ഗപ്പികളുടെ കുളം എന്ന് പറയാം, കുളത്തിനകത്തെ വെള്ളം മാറണം. അതാണ് ഇനിയത്തെ പണി. കാപ്പി ഇട്ട് കുടിച്ചോണ്ട് ആ വലിയ ജോലിക്കിരിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിക്കും. അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ എനിക്കങ്ങ് പേടിയും ടെൻഷനും മടുപ്പും ഒക്കെ ഉണ്ടാകുന്നൊരു ജോലിയാണ് സത്യം പറഞ്ഞാൽ. ഈ മീനിൻ്റെ വെള്ളം മാറണം. പായൽ പിടിച്ച് കിടക്കുവാന്നേ. അത് കാരണം ഗപ്പി വലിയ കഷ്ടപ്പാടാകും മാർക്കുണ്ടോണ്ട് എല്ലാം ഞാൻ എൻ്റെ കയ്യിലോട്ട് ചാടി വന്നു. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മാറണം. ഇതാണ് എന്നെ ഏറ്റവും അധികം, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇതാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ജോലി. കാരണം കുഞ്ഞുങ്ങൾ കാണും. അപ്പോൾ അതിനെ പൊഴിഞ്ഞു പോകാതെ കുഞ്ഞുങ്ങൾ പോവാതെ എടുക്കണ്ടേ ജോലി. ഈ സൈഡിൽ ഇരിക്കുന്ന ആളെ കണ്ട നത്തയ്ക്ക അതുണ്ട്. ഇവിടെ ഇരിക്കുന്നതൊക്കെ അവരുടെ മുട്ടയാണ് വേണ്ടത്. അതൊക്കെ അങ്ങോട്ട് പോവാതെ എടുക്കണം. അതാണ് ജോലി. എന്ത് ചെയ്യാന്നറിയോ, ഇതുപോലെ ഒരു നെറ്റുണ്ട് എനിക്ക്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പോരും. നിറച്ച് നെറ്റ് ആയേ. അപ്പോൾ ഇതിനെല്ലാം വേറൊരു പാത്രത്തിലോട്ട് ഇടും. അങ്ങനെ നമ്മൾ ഫുള്ള് മാറ്റിയെടുക്കാം. ഇത്രയൊക്കെ ആയുള്ളൂ ഗപ്പി ക്ലീനിങ്ങിൻ്റെ ടിപ്സ് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് നമ്മൾ ഈ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ വരുന്നത്. അപ്പോൾ അതേൽ ഇവന്മാരെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വേറെ പാത്രത്തിൽ ഇതുപോലെ മാറ്റിയിടണം. എങ്ങനെ എടുത്തുകൂടാ, ചത്തു. ഗപ്പിക്കുളം വറ്റിക്കൊണ്ടിരിക്കാണ്ട് കണ്ടോ. നത്തയ്ക്കാണേ. എന്നെ കടിച്ചില്ല, എന്നാലും എനിക്കങ്ങ് പേടിയും. നട്ടൂല്ല. ഈ കുഞ്ഞായിരുന്നു കേട്ടോ. എല്ലാം വലിയ ഉണ്ടായി വരുന്നു. അമ്മാരെയൊക്കെ സൈഡിലോട്ട് ഇടാം. പറഞ്ഞില്ലേ, അഴുക്കായി പോയതുകൊണ്ടാണ് എനിക്ക് വലിയ വിഷമോ. കാരണം അവർ നല്ല ഒരു ഇതിൽ ജീവിക്കണ്ടേ. ഇവിടെ തിരക്ക് കൂട്ടുന്നുണ്ടോ. കൈകൊണ്ട് തന്നെയാണ് എടുത്തിടും. ചാടിക്കാൻ ചാടാ. ഇവരെ എല്ലാം അപ്പുറത്തോട്ട് മാറ്റണം. കൈ കുഞ്ഞുങ്ങളൊന്നുമില്ല, എല്ലാത്തിനെയും അങ്ങ് തിന്നും കേട്ടോ. ഉണ്ടാകുന്നതിന് മുമ്പ് അവരത് മൊത്തം അങ്ങ് തിന്നും എന്ന് പറയാൻ. നല്ല മീനാണ് എൻ്റെ ഗപ്പിയെ. ഞാൻ കൈ മാറാൻ റെഡിയാണ്, പക്ഷെ ആരും കൈ ഏൽക്കാൻ തയ്യാറല്ല. അത് എൻ്റെ പ്രശ്നം ഇപ്പോഴത്തെ. ഗപ്പിക്ക് പഴയ മാർക്കറ്റൊന്നുമില്ല. ഇല്ല, കൈ കൊണ്ട് പിടിച്ചിടാൻ പറ്റത്തില്ല. ഞാൻ നമ്മുടെ വലയെടുത്ത് ഒന്നിച്ച് പിടിച്ചങ്ങ് ഇടാം. അത് ഗപ്പിക്കുളത്തിൻ്റെ അടിത്തട്ട് കണ്ടില്ലേ, ഇവിടെ വലിയ കക്കയായിട്ടിരിക്കുക. കക്കയല്ല, നത്തയ്ക്ക്. ഇവരെയൊക്കെ പിടിച്ച് മാറ്റാം. അടുത്ത ടൈമിൽ അപ്പുറത്തുനിന്ന് ചാടി ഇപ്പുറത്ത് വന്നു. അതൊക്കെ അവരതൊക്കെ ചെയ്തോളും കേട്ടോ. അങ്ങനെയുണ്ട് ബുദ്ധി. ബെസ്റ്റ്. സന്തോഷമായി. അവരെന്ത് ഹാപ്പി ആയിട്ട് കളിക്കുക. എനിക്ക് വയ്യ. അത് ഭയങ്കര സന്തോഷം. ഇനി അവർക്ക് ആഹാരം കൂടെ കൊടുത്തിട്ട് നമുക്ക് പോയി കഴിക്കാം. മതി. അപ്പോൾ സമയം 4:30. ചായയൊക്കെ ഞാൻ നേരത്തെ കുടിച്ചതുകൊണ്ട് ഇനി വൈകിട്ടത്തെ ചായയുടെ കാര്യമൊന്നും നോക്കണ്ട. കറി ഏതാണ്ട് ഇരിപ്പുണ്ട്. ഇനി എത്ര ചൂടാക്കാനൊന്നും വയ്യാത്ത വിധത്തിൽ ഞാൻ ക്ഷീണിച്ചു.
നെല്ലിക്ക അച്ചാർ, നമ്മുടെ ചീരത്തോരൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു ദിവസം. ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള കാര്യങ്ങളുണ്ട്, അത് വേറെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ കൊച്ചു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.